ഹായ്, എല്ലാവർക്കും K4 കടിയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചക്ക കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇന്നത്തെ വീഡിയോ ചക്ക ഉപ്പേരിയാണ്. ചക്ക ഉപ്പേരിക്ക് വേണ്ടി ഇവിടെ 3 ചക്കയാണ് ഞങ്ങൾ വറുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. എനിക്ക് ഉപ്പേരികളിൽ ഏറ്റവും ഇഷ്ടം ചക്ക ഉപ്പേരിയാണ്. അത് കാരണം ഞാനും ഈ ചക്ക ഉപ്പേരി വറുക്കലിന് സഹായിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചക്കയുടെ മുള്ള് കളയണം, അതിനുശേഷം അതിൻ്റെ മടല് ചെത്തിക്കളയണം. ചക്കക്കറ പറ്റാതിരിക്കാനായിട്ട് ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ചക്ക കട്ട് ചെയ്യുന്ന സമയത്ത് വട്ടയിലയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ചക്കയെല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുള എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചകിണിയൊക്കെ കളഞ്ഞിട്ട് ചക്കക്കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഒരേ അളവിൽ നിന്ന് അരിഞ്ഞെടുക്കണം. എൻ്റെ വീട്ടിൽ ചക്ക വറുക്കുന്നത് ഒരു ചക്ക മഹോത്സവം പോലെയാണ്. കാരണം തൊട്ടപ്പുറത്തെ രമണിയമ്മ എന്ന് വീട്ടിൽ ചക്ക വറുത്താലും സഹായിക്കാനായിട്ട് വരും. എൻ്റെയും രമണിയമ്മയുടെയും ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചക്കയുടെ ചകിണിയൊക്കെ കളഞ്ഞ് ചക്കക്കുരുവൊക്കെ കളഞ്ഞിട്ട് ചുള നല്ല വൃത്തിയാക്കി കൊടുത്താൽ മതി. അമ്മയാണ് ചക്ക അരിയുന്നത്. കാരണം ഒരേ അളവിൽ വേണം ചക്ക അരിയാനായിട്ട്. കാരണം പല അളവായി കഴിഞ്ഞാൽ ചക്ക നമ്മൾ വറുക്കുന്ന സമയത്ത് ചിലത് മൂത്തുപോകും, ചിലത് വേവാതായിട്ട് കിടക്കും. വിറകടുപ്പിലാണ് ചക്ക വറുക്കാനായിട്ട് പോകുന്നത്. വെളിച്ചെണ്ണയാണ് ചക്ക വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപ്പേരി വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് ഇഷ്ടം. ചക്കക്കുരു മാറ്റി വെക്കുകയാണ്. അത് മെഴുക്ക് വരട്ടിയും തോരനും ഒക്കെ പിന്നെ വെക്കാനായിട്ട്. ഈ സമയം വീട്ടിൽ വന്ന കുമാരിയപ്പയും ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചക്ക അരിഞ്ഞത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അമ്മ ചൂടായ എണ്ണയിലേക്ക് ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പം തന്നെ എന്താ ഒരു വെളിച്ചെണ്ണയുടെ നല്ല മണം വരുന്നതെന്നറിയോ. ചക്ക അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ അത് ഇളക്കാനായിട്ട് പോകരുത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ അതൊന്ന് ഇളക്കാനായിട്ട് പോകാവൂ. ഈ സമയം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പയ്യെ ഇളക്കി കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി കൂടി എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചക്ക കണ്ടു കഴിഞ്ഞാൽ സ്വർണം തിളങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ചക്ക നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് നീര് തളിച്ചു കൊടുക്കണം എണ്ണയിലേക്ക്. എനിക്ക് ആ ഒരു ഭാഗം മിസ്സായിപ്പോയി. നല്ലൊരു കിലിക്കിൽ സൗണ്ട് വരുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചക്ക ഉപ്പേരി മൂത്തിട്ടുണ്ടെന്ന്. എണ്ണയിൽ നിന്ന് നമ്മൾ ചക്ക ഉപ്പേരി ആദ്യത്തെ ട്രിപ്പ് കോരിയെടുക്കുകയാണ്. ആദ്യത്തെ ട്രിപ്പ് ചക്ക ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാനായിട്ട് വിധിക്കപ്പെട്ട ഉപ്പേരിയാണ്. അങ്ങനെ നമ്മൾ ബാക്കി ചക്കയെല്ലാം കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.